ഹലോ കൂട്ടുകാരെ, എക്സ്ട്രാ ടിക്കറ്റിൻ്റെ ആദ്യത്തെ വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. 1000-ൽ പരം എപ്പിസോഡുകൾ പുറത്തിറക്കിക്കൊണ്ട് അനേകം പ്രേക്ഷകർക്ക് പ്രിയങ്കരമായി തീർന്ന വളരെ ഇൻട്രസ്റ്റിംഗ് ആയ കഥയായിരുന്നു വൺ പീസ്. 2023 അനേമിൻ്റെ ഭംഗി ഒട്ടും ചോരാതെ തന്നെ റിയൽ ക്യാരക്ടേഴ്സിനെ വെച്ച് 8 എപ്പിസോഡുകളുള്ള സീസൺ 1 നെറ്റ്ഫ്ലിക്സിലൂടെ പുറത്തിറങ്ങി. എന്താണ് വൺ പീസ്, അതിനെ ചുറ്റിപ്പറ്റി എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, ഇതെല്ലാം തന്നെ നമുക്ക് നമ്മുടെ ചാനലായ എക്സ്ട്രാ ടിക്കറ്റിലൂടെ കണ്ടറിയാം. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. കഥയുടെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് 22 വർഷങ്ങൾക്ക് മുൻപുള്ള ലോക്ക്ഡൗൺ എന്ന നഗരമാണ്. അവിടെ നമ്മളറിഞ്ഞിരിക്കേണ്ട 2 വിഭാഗം ആളുകളാണുള്ളത്. ഒന്ന്, അവിടുത്തെ ജനങ്ങളെ കൊള്ളയടിച്ച് ജീവിക്കുന്ന കടൽ കൊള്ളക്കാർ അഥവാ പൈറേറ്റുകൾ. 2, ജനങ്ങളെ സംരക്ഷിക്കാൻ ചുമതലയുള്ള മറീനുകളും. അവിടെ ഏറെ നാളത്തെ പരിശ്രമങ്ങൾക്കൊടുവിൽ പൈറേറ്റ് തലവനായ ഗോൾഡ് റോജറിനെ മറീൻ വൈസ് അഡ്മിറലായ ഗാർപ്പും കൂട്ടുകാരും ചേർന്ന് ബന്ദിയാക്കി കൊണ്ടുവരുന്നു. പൈറേറ്റ് കിങ് ആയ ഗോൾഡ് റോജറിനെ കടൽ കൊള്ള, മോഷണം, പിന്നെ ലോക സർക്കാരിനെതിരെയുള്ള ഗൂഢാലോചന എന്നീ കുറ്റങ്ങൾ ചുമത്തി വധശിക്ഷയാണ് വിധിക്കുന്നത്. എന്നാൽ മരണം തൊട്ടു മുന്നിൽ വന്നു നിൽക്കുമ്പോൾ ഗോൾഡ് റോജറിന് യാതൊരുവിധ ഭയവും ഉണ്ടായിരുന്നില്ല. ലക്ഷക്കണക്കിന് ജനങ്ങളുടെ മുന്നിൽ അദ്ദേഹത്തിൻ്റെ വധശിക്ഷ നടപ്പിലാക്കാൻ പോവുകയാണ്. കാരണം ഈയൊരു മരണം മറ്റു പൈറേറ്റുകൾക്കും ഒരു പാഠമായിരിക്കണമെന്നതായിരുന്നു മറീനുകളുടെ ലക്ഷ്യം. ഇവിടെ എത്തിയ എല്ലാ ജനങ്ങളും ചോദിക്കുന്നത് ഗോൾഡ് റോജർ കൊള്ളയടിച്ച മുഴുവൻ നിധിയും എവിടെയാണ് ഒളിപ്പിച്ചു വച്ചിരിക്കുന്നത് എന്നായിരുന്നു. അവർക്ക് എല്ലാവർക്കുമുള്ള ഉത്തരം ഇതായിരുന്നു: ധനവും ഖ്യാതിയും സ്വാധീനവും അങ്ങനെയെല്ലാം എനിക്ക് ലഭിച്ചു. നിങ്ങൾ സ്വതന്ത്രരാവുക, കടലിലേക്ക് യാത്ര തിരിക്കുക, എൻ്റെ നിധി നിങ്ങളെ കാത്തിരിക്കുന്നു. ഇത് പറഞ്ഞവസാനിപ്പിക്കുമ്പോഴേക്കും മറീനുകൾ ഗോൾഡ് റോജറിനെ വധിച്ചു. ഗോൾഡ് റോജറിൻ്റെ അവസാന വാക്കുകൾ ലോകത്തെ എന്നേക്കുമായി മാറ്റിമറിച്ചു. ഇതോടുകൂടി പൈറേറ്റ് യുഗം അവസാനിക്കും എന്ന് മറൈൻ വൈസ് അഡ്മിറലിൻ്റെ ചിന്തകളെ മാറ്റിമറിച്ചുകൊണ്ട് പൈറേറ്റ് കിങ്ങിൻ്റെ രഹസ്യനിധിയായ വൺ പീസ് കണ്ടെത്താനായി സമുദ്രത്തിൽ ഒരു തേരോട്ടം തന്നെ ആരംഭിക്കുകയായിരുന്നു. ഇതായിരുന്നു എല്ലാത്തിനും തുടക്കം. എന്താണ് വൺ പീസ് എന്നത് കൂട്ടുകാർക്കെല്ലാം മനസ്സിലായില്ലേ? പൈറേറ്റ് കിങ് ആയ ഗോൾഡ് റോജർ കൊള്ളയടിച്ച മുഴുവൻ സമ്പാദ്യവും രഹസ്യമായി സമുദ്രത്തിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതിന് അവരിട്ട പേരാണ് ദ വൺ പീസ്. 22 വർഷങ്ങൾക്കിപ്പുറവും വൺ പീസിന് വേണ്ടിയുള്ള തിരച്ചിലുകൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഒപ്പം പുതുതായി പൈറേറ്റുകൾ ഉടലെടുക്കുകയും ചെയ്യുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് ഇതാണ്: ഈസ്റ്റ് ബ്ലൂവിൽ ഇന്ന് സംഭവിക്കുന്ന കുറച്ചു കാര്യങ്ങൾ. ഈ കടലിൻ്റെ നടുക്ക് ഒരു കൊച്ചു വള്ളത്തിൽ സ്വയം എന്തൊക്കെയോ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന തൊപ്പി വെച്ച ഈ പയ്യനാണ് നമ്മുടെ കഥയിലെ നായകൻ, ദ ഗ്രേറ്റ് മങ്കി ഡി ലൂഫി. സോറി, അവനൊറ്റയ്ക്കല്ല, കൂടെ ഒരു പക്ഷിയുമുണ്ട്. നമ്മുടെ ലൂഫി ആ പക്ഷിയോട് എന്താണ് പറയുന്നതെന്നോ? കുട്ടിക്കാലം മുതലേ ലൂഫിയുടെ നാട്ടിൽ അവൻ കാണുന്ന പൈറേറ്റ് ടീമുണ്ട്. അവരുടെ തലവനാണ് ഷാങ്ക്സ്. നമ്മുടെ ലൂഫിയാണെങ്കിൽ ഷാങ്ക്സിൻ്റെയും ക്രൂവിൻ്റെയും വീരസാഹസിക കഥകളിൽ ഇൻസ്പയർഡായിട്ട് വൺ പീസ് കണ്ടെത്താനും അതുപോലെ പൈറേറ്റുകളുടെ കിങ് ആവാനും യാത്ര തിരിച്ചിരിക്കുകയാണ്. ഇതിനായി ആദ്യം വേണ്ടത് ഒരു ടീം ഫോം ചെയ്യുക എന്നതാണ്. സോ ഇതെല്ലാം ആ പക്ഷിയോട് പറയുമ്പോൾ അതൊക്കെ കേട്ട് ബോറടിച്ചത് കൊണ്ടാവും ആ പക്ഷി അവിടെ നിന്ന് എവിടേക്കോ പറന്നുപോയി. അങ്ങനെ ലൂഫി വീണ്ടും ഒറ്റക്കായി. ഇതൊന്നും തന്നെ ലൂഫിയെ ബാധിക്കുന്നൊരു പ്രശ്നമേ അല്ല കേട്ടോ. ഇങ്ങനെ കിടന്നിരുത്താൻ സംസാരിക്കുന്ന പോലെ തന്നെ ലൂഫിക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും അവന് ഒന്നിനോടും ഒരു പേടിയുമില്ല. എല്ലാത്തിനും അവൻ എപ്പോഴും ഒരു സൊല്യൂഷനും ഉണ്ടാകും. ഇപ്പോൾ തന്നെ അവൻ സഞ്ചരിച്ചിരിക്കുന്ന ആ വെള്ളത്തിൽ മുഴുവനും വെള്ളം കയറി മുങ്ങാൻ പോവുകയാണ്. ലൂഫിക്കാണെങ്കിൽ നീന്താനും അറിയില്ല. അവനുടെ അതിലുണ്ടായിരുന്ന മീനുകൾ ഇട്ടുവെച്ചിരിക്കുന്ന ഒരു കൂട അതോ ബാരൽ കാലിയാക്കി അതിൽ കയറി ഇരിക്കുന്നു. അങ്ങനെ ആ ബാരൽ ഒഴുകി എത്തിപ്പെടുന്നത് എവിടെയാണെന്നറിയാമോ? 2 കപ്പലുകൾക്കിടയിലുള്ള ഒരു യുദ്ധത്തിലേക്കും. അവിടെ ആ യുദ്ധത്തിൽ ഉള്ളത് വളരെ അഹങ്കാരിയും സ്വയം താനാണ് എല്ലാ പൈറേറ്റുകളെക്കാളും മികച്ചതെന്ന് വിശ്വസിക്കുന്ന അൽവിദ എന്ന ലേഡിയും അവരുടെ ക്രൂവുമാണ്. മറുവശത്ത് ഇങ്ങനെയുള്ള പൈറേറ്റുകളെയെല്ലാം കണ്ടുപിടിച്ചു കൊല്ലുന്ന
പൈറേറ്റ് ഹോണ്ടർ റോറനോവ സോറ യാത്ര ചെയ്തിരുന്ന കപ്പലും. ഇവിടെ അൽവിദയും ടീമും നിഷ്പ്രയാസം എതിർ ടീമിനെ കീഴടക്കി എല്ലാ സാധനങ്ങളും തങ്ങളുടെ കപ്പലിലേക്കാക്കുന്നു. കൂട്ടത്തിൽ നമ്മുടെ ലൂഫി ഉണ്ടായിരുന്ന ആ ബാരലും കൂടി അവർ കപ്പലിലേക്ക് കയറ്റുന്നു. ശേഷം അൽവിദ എതിർ കപ്പലിലെ ആളുകളെ ബന്ദിയാക്കി റോറനോവ സോറയെക്കുറിച്ച് അന്വേഷിക്കുന്നു. എന്നാൽ സോറോ സൈറസ് ഐലൻഡിലാണ് ഇപ്പോഴുള്ളത് എന്നതായിരുന്നു അവരിൽ ഒരാളുടെ മറുപടി. പക്ഷേ അൽവിദയ്ക്ക് ആ മറുപടി തൃപ്തികരമായിരുന്നില്ല. സോറോ ഒരു പൈറേറ്റ് ഹോണ്ടറാണ്. ഈ നാട്ടിലെല്ലാം തന്നെ കടൽ കൊള്ളക്കാർ അഥവാ പൈറേറ്റുകൾ പൊതുജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത് കൊണ്ട്, എന്ന് വെച്ചാൽ കൊള്ളയടിക്കുന്നത് കൊണ്ട്, അതുപോലെ തന്നെ അടിമകളെ പോലെ പണിയെടുപ്പിക്കുന്നത് കൊണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കൊണ്ട് ഇവരുടെ എല്ലാം തലക്ക് നേവി ഒരു വിലയിട്ടിട്ടുണ്ടാവും. അങ്ങനെയുള്ള പൈറേറ്റുകളെ പിടിച്ചു കൊടുത്താൽ റിവാർഡായി ആ പണം പിടിച്ചു കൊടുക്കുന്നവന് കിട്ടും. അവരാ റിവാർഡിന് ബൗണ്ടി എന്നാണ് പറയുന്നത്. സോ ഇങ്ങനെയുള്ള ബൗണ്ടി സ്വന്തമാക്കാൻ വേണ്ടി പൈറേറ്റ് ഹോണ്ടേഴ്സ് പൈറേറ്റുകളുടെ പുറകെയുണ്ട്. അങ്ങനെയുള്ള സോറോ ഈ കപ്പലിൽ ഇല്ല എന്നറിയുന്ന അൽവിദയ്ക്ക് ദേഷ്യം വരുന്നു. കാരണം സോറോ അവളെ പിടിക്കാനായി നടക്കുന്നു എന്നാണ് അൽവിദയുടെ വിചാരം. എന്നാൽ ആ വയസ്സം പറയുന്നത് പൈറേറ്റുകളുടെയും അവരുടെ തലക്കിട്ട വിലയുടെയും ലിസ്റ്റ് സോറോയുടെ കയ്യിൽ ഉണ്ടായിരുന്നു, പക്ഷേ അൽവിദയുടെ പേര് അതിൽ ഉണ്ടായിരുന്നില്ല എന്നാണ്. ഇത് കേൾക്കുമ്പോൾ അൽവിദയ്ക്ക് സഹിക്കാനാകുന്നില്ല. കാരണം അൽവിദ സ്വയം അവളാണ് ഏറ്റവും മികച്ച പൈറേറ്റ് എന്ന് അഹങ്കരിക്കുന്ന ആളാണ്. പൈറേറ്റ് ലിസ്റ്റിൽ അവളുടെ പേരില്ല എന്നത് അവളുടെ ഈഗോയെ ഹേർട്ട് ചെയ്തു. അവൾ ആ നിമിഷം തന്നെ ആ വയസ്സിനെ തൻ്റെ കയ്യിലുണ്ടായിരുന്ന ആയുധം വെച്ച് കൊല്ലുന്നു. തുടർന്ന് അവിടെയുള്ള കോബി എന്ന പയ്യനോട് ഇതെല്ലാം ക്ലീൻ ചെയ്യാൻ ഉത്തരവിടുന്നു. അപ്പോഴും അവൾ തൻ്റെ ടീമിനോട് ചോദിക്കുന്നത് ആരാണ് ഏറ്റവും ശക്തിയായ പൈറേറ്റ് എന്നാണ്. ടീമിലെ എല്ലാവരും ക്യാപ്റ്റൻ അൽവിദ എന്ന് ഒരേ സ്വരത്തിൽ പറയുന്നു. അത് കേൾക്കുമ്പോൾ അൽവിദയ്ക്കൊരു സന്തോഷം. പിന്നീട് കാണുന്നത് ക്യാപ്റ്റൻ അൽവിദയുടെ ചോരയിൽ കുളിച്ച ആയുധം ക്ലീൻ ചെയ്ത് കൊണ്ടിരുന്ന കോബിയാണ്. അവിടെ ആ ഇരുട്ടിൽ ഒരു ശബ്ദം കേട്ട് കോബി അവിടെ തിരയുമ്പോൾ നമ്മുടെ ലൂഫി ആ ബാരൽ തുറന്ന് പുറത്തേക്കിറക്കുന്നു. ഇത് കണ്ട് പേടിച്ച് കോബി അവിടെ കിടന്ന് ഒച്ചയുണ്ടാക്കുന്നു. ലൂഫി അവനെ സമാധാനിപ്പിക്കുന്നു. ലൂഫിക്കപ്പോൾ അവിടെ എന്തെങ്കിലും ഭക്ഷണം കിട്ടുമോ എന്നതായിരുന്നു അറിയേണ്ടിയിരുന്നത്. അപ്പോഴേക്കും കോബി കുറച്ച് കൂളായി അവന് മറുപടി കൊടുക്കുന്നു, ഇവിടെ അൽവിദ കഴിച്ചതിന് ശേഷമേ എനിക്ക് ഭക്ഷണം കിട്ടുകയുള്ളൂ. ഇത് കേൾക്കുമ്പോൾ ലൂഫി ആരാണ് അൽവിദ എന്ന് ചോദിക്കുന്നു. ഇത് അൽവിദയുടെ കപ്പലാണ്, പോരാത്തതിന് അവൾ പൈറേറ്റുകളുടെ ക്യാപ്റ്റനാണെന്ന് കോബിയിൽ നിന്ന് തിരിച്ചറിയുന്ന ലൂഫി എക്സൈറ്റഡ് ആകുന്നു. അവൻ പറയുന്നത് കൊള്ളാലോ, ഞാനും ഒരു പൈറേറ്റാണ്. എന്നാൽ അത് കോബിക്ക് വിശ്വസിക്കാൻ പറ്റുമായിരുന്നില്ല. കാരണം കോബിയുടെ കാഴ്ചപ്പാടിൽ പൈറേറ്റുകളെല്ലാം തന്നെ ക്രൂരന്മാരും മനുഷ്യത്വമില്ലാത്തവരുമാണ്. എന്നാൽ ലൂഫിയെ കാണുമ്പോൾ അങ്ങനെയുള്ള ആളായി കോബിക്ക് തോന്നുന്നില്ല. ഇത് കേൾക്കുമ്പോൾ ലൂഫി പറയുന്നത് അവനറിയുന്ന പൈറേറ്റുകൾ മോശക്കാരല്ല എന്നാണ്. അതിനുശേഷം നമ്മൾ കാണുന്നത് 10 വർഷങ്ങൾക്ക് മുമ്പുള്ള വിൻഡ്മിൽ ഗ്രാമത്തിലുള്ള ലൂഫിയുടെ കുട്ടിക്കാലമാണ്. അവിടെ അവൻ എന്നും കാത്തിരിക്കുന്നത് ക്യാപ്റ്റൻ ഷാങ്സിൻ്റെ പൈറേറ്റ് ടീമിനെ തന്നെയായിരുന്നു. അവൻ്റെ കുഞ്ഞു മനസ്സിൽ അവരുടെ ടീമിൽ ചേരണമെന്ന ആഗ്രഹമാണ് അന്നുണ്ടായിരുന്നത്. എന്നാൽ ഷാങ്സും കൂട്ടുകാരും ലൂഫിയെ ഒരു കുട്ടിയായതുകൊണ്ട് തന്നെ അവൻ്റെ പൈറേറ്റ് ആക്കണമെന്ന ആഗ്രഹത്തെ പ്രോത്സാഹിപ്പിക്കാറില്ല. എന്നാലും ആരുമില്ലാത്ത കുട്ടിയായതുകൊണ്ട് ഷാങ്സിൻ്റെ ടീമിലെ എല്ലാവർക്കും ലൂഫിയെ വലിയ കാര്യമായിരുന്നു. ഷാങ്സിൻ്റെ മുഖത്തെ മുറിപ്പാടുകളെല്ലാം ഒരു പൈറേറ്റ് ആവുന്നതിനുള്ള തെളിവുകളാണെന്ന് അറിയുന്ന ലൂഫി ഒരു കത്തിയെടുത്ത് സ്വയം അവൻ്റെ മുഖത്ത് മുറിവുണ്ടാക്കുന്നു. ഒരു പൈറേറ്റ് ആവുക എന്നതാണ് അവൻ്റെ ആഗ്രഹമെന്നും അതിനുവേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ അവനെ വേദനിപ്പിക്കലേ എന്നും ആ കുഞ്ഞു ലൂഫി അവരുടെ മുൻപിൽ കാണിച്ചു കൊടുക്കുന്നു. ഈ കഥകളെല്ലാം കേട്ട കോബിക്ക് സംശയം, ഒരു പൈറേറ്റായിട്ട് എന്താണ് ഗുണമെന്ന്. ലൂഫിക്ക് അവൻ്റേതായ കാരണങ്ങളുണ്ട്. അതിലൊന്ന് സ്വതന്ത്രമായി ജീവിക്കുക എന്നതായിരുന്നു. ഇത് കേൾക്കുന്ന കോബി വരുന്നത് അൽവിദയുടെ ടീമിൽ ആർക്കും തന്നെ സ്വാതന്ത്ര്യമില്ല എന്നാണ്. ഇവിടെയുള്ളവരുടെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് ക്യാപ്റ്റൻ അൽവിദയാണ്. കോബി അവരുടെ കീഴിൽ പണിയെടുക്കുന്നുണ്ടെങ്കിലും അവന് ഇങ്ങനെ ഇവിടെ ജീവിക്കാൻ ഒട്ടും താല്പര്യമില്ല. അൽവിദയെ പേടിച്ചാണ് കോബി അവൾ പറയുന്നത് അനുസരിച്ച് ഇവിടെ നിൽക്കുന്നത്. എന്നാൽ ഇത് കേൾക്കുന്ന ലൂഫി അവനെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: മറ്റൊരാളുടെ തീരുമാനത്തിന് നമ്മൾ ഒരിക്കലും നിന്നു കൊടുക്കരുത്. നമ്മുടെ ആഗ്രഹങ്ങൾക്ക് പുറമെയാണ് നമ്മൾ പോകേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ വൺ പീസ് കണ്ടെത്താനായി ഗ്രാൻഡ് ലൈനിലേക്ക് യാത്ര തിരിച്ചത്. ഇത് കേട്ടതും കോബി പേടിക്കുന്നു. ഗോൾഡ് റോജറിന് നിധിയായ വൺ പീസ് ആണോ നിന്റെ ലക്ഷ്യം? അത് വളരെ അപകടം പിടിച്ച കാര്യമാണ്.
എല്ലാ പൈറേറ്റുകളും ശ്രമിച്ചു തോറ്റ കാര്യം. മാത്രമല്ല ഗ്രാൻഡ് ലൈൻ എന്നത് പൈറേറ്റുകളുടെ ശ്മശാനമാണ്. 100 അടി ഉയരമുള്ള തിരമാലകളും സീ ബീസ്റ്റുകളും ഉണ്ടവിടെ. അവിടേക്ക് പോയാൽ ഒരു തിരിച്ചുവരവുണ്ടാവില്ല. കോബിയുടെ പേടിപ്പിക്കുന്ന ഈ വാക്കുകളെല്ലാം കേട്ട് ലൂഫി ആണെങ്കിൽ ഒരു പുഞ്ചിരിയോടെ എക്സൈറ്റഡ് ആവുകയാണ്. ഇതിനുശേഷം ഈ കപ്പലിൽ നിന്ന് ലൂഫിയെ രക്ഷപ്പെടുത്താനായി കോബി ശ്രമിക്കുന്നു. എന്നാൽ ലൈഫ് ബോട്ടിൻ്റെ തുഴ ലൂഫിയുടെ കയ്യിൽ നിന്നും ഒരിടത്തിടിച്ച് ഒരു വലിയ ശബ്ദമുണ്ടാകുന്നു. അതോടുകൂടി കപ്പലിൽ ഉറങ്ങിക്കൊണ്ടിരുന്ന അൽവിദയും ടീമും എഴുന്നേറ്റ് എന്താണ് ശബ്ദമെന്ന് നോക്കുമ്പോൾ നമ്മുടെ ലൂഫിയും കോബിയും പിടിക്കപ്പെടുന്നു. എന്നാൽ ക്യാപ്റ്റൻ അൽവിദ ചിന്തിക്കുന്നത് കോബി ഒരു ബൗണ്ടി ഹോണ്ടറിന് അൽവിദയെ ഒറ്റിക്കൊടുത്തു എന്നാണ്. ഇങ്ങനെ ഒരു കൊച്ചു പയ്യനാണോ റോറനോവ സോറ എന്ന് ചോദിക്കുന്ന അൽവിദയുടെ ലൂഫി അവനെ സ്വയം പരിചയപ്പെടുത്തുന്നു. ഞാൻ മങ്കി ലൂഫി. ഈ പേര് കേട്ടിട്ടില്ല എന്ന് പറയുന്ന അൽവിദയെ കളിയാക്കിക്കൊണ്ട് ലൂഫി പറയുന്നു, എന്നാൽ ഈ പേര് ഓർത്തു വെച്ചുള്ളൂ, കാരണം ഞാൻ പൈറേറ്റുകളുടെ കിങ് ആവാൻ പോകുന്ന ആളാണ്. ഇതൊക്കെ കേട്ട് ആ കപ്പലിലെ എല്ലാവരും തന്നെ ചിരിക്കുന്നു. ശേഷം അൽവിദ അവളുടെ സ്ഥിരം ചോദ്യം ചോദിക്കുന്നു, പൈറേറ്റുകളിൽ ഏറ്റവും ശക്തി ആർക്കാണെന്ന്. ചുറ്റും അവളുടെ ആളുകളാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ക്യാപ്റ്റൻ അൽവിദ എന്ന് പറയുന്നു. സ്വാഭാവികം തന്നെ അല്ലേ? എന്നാൽ ഇത്തവണ കോബി നിശബ്ദനായി നിൽക്കുകയായിരുന്നു. അത് കണ്ട അൽവിദയ്ക്ക് ദേഷ്യം വന്ന് ചോദ്യം ചെയ്യുമ്പോൾ ലൂഫി വളരെ പുച്ഛത്തോടു കൂടി അൽവിദയോട് പറയുന്നത് ഇതാണ്, കോബി ഇനി മുതൽ നിന്റെ കീഴിൽ നിൽക്കില്ല. അവൻ സ്വന്തം കാലിൽ നിൽക്കുന്നവനാണ്. അവൻ്റെ കാഴ്ചപ്പാടിൽ നീ ഒരു മര്യാദയില്ലാത്തവളും ക്രൂരയുമാണ്. പോരാത്തതിന് 5 പൈസയുടെ വിവരമില്ല എന്ന് കേൾക്കുമ്പോൾ സ്വാഭാവികമായും അൽവിദയുടെ സ്വഭാവം വെച്ച് അവൾക്ക് നല്ല ദേഷ്യം വരുന്നു. ഈ കപ്പലിൽ മുഴുവൻ അൽവിദയുടെ ആളുകളാണ്. ലൂഫി ഒരു ഭയവുമില്ലാതെ അൽവിദയെ കളിയാക്കി ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം അറിയുന്ന കോബി പേടിച്ചു വിറച്ചാണ് അവിടെ നിൽക്കുന്നത്. കോബിയുടെ പേടി പോലെ തന്നെ പിന്നീട് അവിടെ ഒരു യുദ്ധം തന്നെ തുടങ്ങി. ഒരു വശത്ത് അൽവിദയും ഫുൾ ടീമും, മറുവശത്ത് കോബിയും ലൂഫിയും. കോബി അവിടെ പേടിച്ചു നിൽക്കുന്നത് കൊണ്ട് തന്നെ ലൂഫി ഒരു ഒറ്റയാൾ പട്ടാളമായാണ് അവിടെ അവരെ പ്രതിരോധിക്കുന്നത്. അൽവിദ അവളുടെ ആയുധം വെച്ച് ലൂഫിയെ കൊല്ലാൻ നോക്കുമ്പോൾ അവൻ ഈസിയായി അതിൽ നിന്നെല്ലാം രക്ഷപ്പെടുന്നു. അപ്പോഴാണ് പൈറേറ്റ് ടീമിൽ ഒരാൾ ലൂഫിയുടെ നെഞ്ചിലേക്ക് വെടിവെക്കുന്നത്. എന്നാൽ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരെയും അതുപോലെ തന്നെ നമ്മളെയെല്ലാം ഒന്നടങ്കം അമ്പരപ്പിച്ചുകൊണ്ട് ലൂഫിയുടെ നെഞ്ചിൽ വരുന്ന ആ ഉണ്ട റബ്ബർ ബാൻഡ് ഇഫക്റ്റിൽ തിരിച്ചുപോയി അയാളുടെ കയ്യിലെ തോക്കിനെ തെറിപ്പിച്ചിരുന്നു. പിന്നീട് അവിടെ ലൂഫിയുടെ ശരീരം റബ്ബർ പോലെ വലിയുന്നത് കണ്ട് ഞെട്ടി നിൽക്കുന്നവരുടെ അവൻ ഒരു റബ്ബർ ബാൻഡ് രാക്ഷസനാണ് താനെന്ന് സ്വയം വിശേഷിപ്പിക്കുന്നു. എന്നാൽ അൽവിദ ഒന്നും കണ്ടിട്ട് നിർത്തുന്നില്ല. വീണ്ടും കോബിയെയും ലൂഫിയെയും കൊല്ലാനായി ശ്രമിക്കുമ്പോൾ ലൂഫി അവൻ്റെ മാസ്റ്റർ പീസ് ഐറ്റമായ ലാസ്റ്റ് മൂവ് എടുക്കുന്നു. ഗം ഗം പിസ്റ്റൾ എന്ന് അവൻ ആ റബ്ബർ ബാൻഡ് എഫക്റ്റുള്ള കൈവച്ച് ഒരു 1.5 ഇടി കൊടുക്കുമ്പോൾ ക്യാപ്റ്റൻ അൽവിദ തെറിച്ച് വെള്ളത്തിലേക്ക് വീഴുന്നു. പിന്നെ പറയണ്ടല്ലോ, അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും തന്നെ ഈ കാഴ്ച കണ്ട് കിളി പോയി ലൂഫിയെ പേടിച്ച് അനങ്ങാതെ നിന്നു. അങ്ങനെ ലൂഫിയും കോബിയും ആ കപ്പലിൽ നിന്ന് മറ്റൊരു ബോട്ടിൽ കയറി അവരുടെ യാത്ര തുടങ്ങാൻ തയ്യാറെടുക്കുന്നു. ശേഷം നമ്മൾ കാണുന്നത് 6 ഐലൻഡിൽ ദീപങ്ങൾ കത്തിച്ച് നിൽക്കുന്ന 3 വാളുകളുള്ള നമ്മൾ നേരത്തെ പറഞ്ഞ പൈറേറ്റ് ഹോണ്ടറായ റോറനോവ സോറോ എന്നയാളാണ്. അവിടെ റോറനോവ സോറയെ ഫോളോ ചെയ്തുകൊണ്ട് മിസ്റ്റർ 7 എന്നൊരാളും എത്തുന്നു. മിസ്റ്റർ 7 ബറോക്ക് വർക്ക്സ് എന്ന ഓർഗനൈസേഷനിൽ നിന്നുള്ള ആളാണ്. അവൻ റോറനോവ സോറയെ അവരുടെ ടീമിലേക്ക് ചേരാൻ വേണ്ടി ക്ഷണിക്കുന്നു. എന്നാൽ സോറോ ആ ക്ഷണം നിരസിക്കുന്നു. മാത്രമല്ല സോറോ മിസ്റ്റർ 7 എതിർത്ത് കളിയാക്കി സംസാരിക്കുമ്പോൾ അവിടെ ഒരു വലിയ ഫൈറ്റു തന്നെ നടക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞു കേട്ടതുപോലെ തന്നെ ദി ഗ്രേറ്റ് പൈറേറ്റ് ഹോണ്ടർ റോറനോവ സോറോ മിസ്റ്റർ 7 വളരെ നിഷ്പ്രയാസം തോൽപ്പിക്കുന്നു. 3 വാളുകളിൽ 2 വാളുകൾ മാത്രം കൊണ്ട് മിസ്റ്റർ 7 നേരിട്ട സോറോ അവനെ 2 കഷ്ണമാക്കി അവിടെ ആ ഫൈറ്റ് അവസാനിപ്പിക്കുകയാണ്. അതിനുശേഷം നമ്മൾ ലൂഫിയെയും കോബിയെയും കാണുമ്പോൾ അവർ അവരുടെ കൊച്ചു ബോട്ടിൽ യാത്രയിലാണ്. കോബിയുടെ അപ്പോഴത്തെ സംശയം ലൂഫി എങ്ങനെയാണ് റബ്ബർ ബാൻഡ് പോലെ വലിയുന്നതെന്നായിരുന്നു. ലൂഫി ആ കഥ പറയുന്നത് ഇങ്ങനെയാണ്. അന്ന് മുഖത്തെ ആ മുറിപ്പാട് കണ്ടിട്ടും ഷോങ്സ് ലൂഫിയെ ടീമിലെടുക്കാൻ സാധിക്കില്ല എന്നു തന്നെയാണ് പറഞ്ഞത്. ആ മുറിവ് തുന്നിക്കെട്ടുമ്പോഴും കുഞ്ഞു ലൂഫി പറയുന്നത് പൈറേറ്റുകളുടെ വാണ്ടഡ് ലിസ്റ്റിൽ ഒരിക്കൽ എൻ്റെ പേരും വരുമെന്നാണ്. ഇതൊക്കെ കേട്ടിട്ടും തമാശ പോലെ ചിരിക്കുന്ന ഷോങ്സിനോട് ദേഷ്യം കാണിച്ച് ലൂഫി അകത്തേക്ക് ചെല്ലുമ്പോൾ ഒരു ചെറിയ പെട്ടിയിൽ ഒരു ഫ്രൂട്ട് ഇരിക്കുന്നു. അത് കണ്ടപാടെ അവൻ അത് മുഴുവൻ കഴിക്കുന്നു.
ഇതേ സമയം ഷോങ്സിൻ്റെ അടുത്ത് ഒരാൾ മനഃപൂർവ്വം പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി വരുന്നു. എന്നാൽ അവർ പ്രകോപനപരമായി ചെയ്യുന്നതിനെല്ലാം തിരിച്ച് പ്രതികരിക്കാതെ സൗമ്യമായാണ് ഷോങ്സ് അത് കൈകാര്യം ചെയ്യുന്നത്. ഇത് കണ്ടു നിന്ന ലൂഫി ദേഷ്യം അടക്കാനാകാതെ അവൻ ഷോങ്സിനോട് ചൂടാകുന്നു. ഇത്രയൊക്കെ നടന്നിട്ടും ഇങ്ങനെ ചിരിക്കാൻ നിങ്ങൾക്കെല്ലാം എങ്ങനെ സാധിക്കുന്നു എന്ന് ദേഷ്യപ്പെടുന്ന കൊച്ചു ലൂഫിയോട് ഷോങ്സ് പറയുന്നത് ഇങ്ങനെയാണ്: ആക്രമണം എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരമല്ല ലൂഫി. ഒരാണിന് ശക്തി മാത്രം ഉണ്ടായാൽ പോരാ, നല്ല സ്വഭാവവും ഉണ്ടാകണം. ഇതൊന്നും കേട്ട് ഇഷ്ടപ്പെടാതെ ലൂഫി ഷാങ്സിനോട് ദേഷ്യപ്പെട്ട് പോകുമ്പോഴാണ് ലൂഫി കഴിച്ചത് ഡെവിൾ ഫ്രൂട്ടാണെന്നും അത് കഴിച്ചാൽ ശരീരം റബ്ബർ പോലെ വലിയുമെന്ന് തിരിച്ചറിയുന്നത്. ഇതുപോലെ പല സവിശേഷതകളുള്ള ഡെവിൾ ഫ്രൂട്ട് ഉണ്ട്. എന്നാൽ ലൂഫി അവൻ കഴിച്ചത് ഗം ഫ്രൂട്ടാണെന്നാണ് സ്വയം വിശ്വസിക്കുന്നത്. കഥയുടെ തുടക്കത്തിൽ നമ്മൾ കണ്ടില്ലേ, ലൂഫിക്ക് നീന്താൻ അറിയില്ല. കാരണം ഡെവിൾ ഫ്രൂട്ട് കഴിച്ചവർക്കൊന്നും തന്നെ നീന്താൻ സാധിക്കില്ല. ഇതിനെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് കോബി ലൂഫിയോട് ഒരു കാര്യം ചോദിക്കുന്നത്: നീ എങ്ങനെയാണ് ഗ്രാൻഡ് ലൈനിലേക്ക് പോകുന്നത്? നിൻ്റെ കയ്യിൽ മാപ്പുണ്ടോ? അപ്പോഴാണ് ലൂഫി തൻ്റെ കയ്യിൽ മാപ്പില്ലല്ലോ എന്ന കാര്യം ആലോചിക്കുന്നത്. മാപ്പ് പോലുമില്ലാത്ത ഇങ്ങനെ ഒരു മണ്ണൻ്റെ കൂടെയാണ് ഞാൻ ഇറങ്ങി പുറപ്പെട്ടത് എന്ന് ചിന്തിക്കുന്ന കോബിയോട് ലൂഫി ചോദിക്കുന്നു, എന്താണ് നിന്റെ ആഗ്രഹമെന്ന്. അത് കുറച്ച് മണ്ടത്തരമാണ്, എന്നാലും ഒരു മറീനാവുക, ജനങ്ങളെ സഹായിക്കുക എന്നതാണ് എൻ്റെ ചെറുപ്പം മുതലുള്ള ആഗ്രഹമെന്നാണ് കോബി പറയുന്നത്. ഇത് കേൾക്കുന്ന ലൂഫി കോബി അവൻ്റെ ആഗ്രഹം സാധിക്കണമെന്നും ഒരു മറീനാകാൻ വേണ്ടി ഞാൻ നിന്നെ സഹായിക്കാമെന്നും പറയുന്നു. അങ്ങനെ അവനൊരു പ്ലാൻ ഉണ്ടാക്കുന്നു. നമുക്ക് അടുത്തുള്ള മറൈൻ ബേസിലേക്ക് പോകാം. ഞാൻ അവിടെ നിന്ന് മാപ്പ് കൈക്കലാക്കുന്നു. നീ അവിടെ മറൈൻ ബേസിൽ ജോലിക്ക് കയറുന്നു. ഇതിന് ശേഷം നമ്മൾ കാണുന്നത് പൈറേറ്റുകളിൽ ആക്രമിക്കപ്പെട്ടു എന്ന് പറഞ്ഞ് മറ്റൊരു ബോട്ടിലെ ആളുകളോട് സഹായം ചോദിക്കുന്ന ഒരു ഓറഞ്ച് തലമുടിക്കാരിയാണ്. ഇവരുടെ പേരാണ് നാമി. നാമി സഹായം ചോദിക്കുമ്പോൾ ആ രണ്ടുപേരും അവരുടെ കൊച്ചു വള്ളത്തിലേക്കായിരുന്നു. അവരുടെ കയ്യിലുള്ള പെട്ടി കൈക്കലാകാണ് അവർ ശ്രമിച്ചത്. എന്നാൽ അവർ ആ പെട്ടി തുറന്നപ്പോൾ തന്നെ അത് വെറും കാലിയായ ഒന്നായിട്ടാണ് കാണുന്നത്. അവരുടെ ബോട്ട് കൈക്കലാക്കി നാമി അവിടെ നിന്ന് രക്ഷപ്പെടുന്നത്. ആക്ച്വലി അവന്മാരെക്കാൾ വലിയ കള്ളിയായിരുന്നു നമ്മുടെ ഈ നാമി. അങ്ങനെ നമ്മൾ കാണുന്നത് ഷെൽസ് ടൗണിലെ 153ാമത് മറീൻ ബ്രാഞ്ചാണ്. അവിടെ നമ്മുടെ കോബിയും ലൂഫിയും പൈറേറ്റുകളുടെ വാണ്ടഡ് ലിസ്റ്റ് നോക്കി നിൽക്കുന്നു. ആ പോസ്റ്ററുകളിൽ തൻ്റെ മുഖം ഇല്ലല്ലോ എന്നതായിരുന്നു ലൂഫിയുടെ ആശങ്ക. അങ്ങനെ അവർ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരു സ്ഥലത്തെത്തുന്നു. അവിടെ നമ്മുടെ സോറോ ഒരു ചാക്കിൽ പൊതിഞ്ഞ മിസ്റ്റർ സെവൻ്റെ ബോഡിയുമായി വരുന്നു. അവിടെ തന്നെ നമ്മൾ നേരത്തെ കണ്ട നാമിയും വന്നിട്ടുണ്ട്. അവൾ അവിടെയുള്ള ഒരാളുമായി അടുപ്പം കാണിച്ച് സംസാരിക്കുന്നു. അപ്പോഴാണ് ഒരു കൊച്ചു പെൺകുട്ടി കുറച്ച് റൈസ് ബോൾസുമായി സോറോയുടെ അടുത്തേക്ക് വരുന്നത്. ആ കുട്ടി സോറോയോട് സംസാരിച്ച് തിരിയുമ്പോഴേക്കും ഒരു നീണ്ട മുടിയുള്ള ആളുമായി കൂട്ടിയിടിച്ച് അവളുടെ കയ്യിലുണ്ടായിരുന്ന പാത്രവും റൈസ് ബോൾസും താഴേക്ക് വീഴുന്നു. അപ്പോൾ അയാളാണെങ്കിൽ ദേഷ്യപ്പെട്ടുകൊണ്ട് താഴെ വീണ റൈസ് ബോൾസ് ഷൂസ് വെച്ച് ചവിട്ടി അരയ്ക്കുകയാണ്. ആ പെൺകുട്ടി സോറി പറഞ്ഞിട്ടും ദേഷ്യപ്പെടുന്നത് കാണുന്ന സോറോ നിലത്ത് കിടന്നിരുന്ന റൈസ് ബോൾ എടുത്ത് കഴിച്ചിട്ട് കുട്ടിയോട് നന്നായിട്ടുണ്ട് എന്ന് പറയുന്നു. മാത്രമല്ല അയാളോട് സോറോ പറയുന്നത് ആ റൈസ് ബോൾ കഴിച്ചിട്ട് ആ കുട്ടിയോട് ക്ഷമ ചോദിക്കാനാണ്. ഇതിനെ തുടർന്ന് അവർ തമ്മിൽ അവിടെ ഒരു ഫൈറ്റ് നടക്കുന്നു. ഇതെല്ലാം കണ്ട് എക്സൈറ്റഡ് ആയിരിക്കുന്ന ലൂഫിയെയും പേടിച്ചിരിക്കുന്ന കോബിയെയും നമുക്ക് കാണാം. ഇതിനിടയിൽ നാമിയാണെങ്കിൽ നേരത്തെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ആളെ അടിച്ചിട്ട് അയാളുടെ മറൈൻ യൂണിഫോം അടിച്ചു മാറ്റുന്നു. അപ്പോഴേക്കും സോറോയുടെ അടി കൊണ്ട് അവശനായ നീളൻ തലമുടിക്കാരൻ അവൻ ആരാണെന്ന് വെളിപ്പെടുത്തുന്നു. കാര്യം അവൻ്റെ ജീവൻ പോകാതിരിക്കാൻ വേണ്ടി അപേക്ഷിക്കുകയാണ്. അവൻ ഈ മറൈൻ ബേസിൻ്റെ തലവനായ ക്യാപ്റ്റൻ മോർഗൻ്റെ മകനാണെന്ന് പറയുന്നു. അവൻ്റെ പേരാണ് ഹെൽമെപ്പോ. അത് കേട്ട സോറോ ഇവരുടെ കൂടെ ക്യാപ്റ്റൻ മോർഗൻ്റെ അടുത്തേക്ക് പോകുന്നു. കാരണം സോറോ നേരത്തെ വധിച്ച മിസ്റ്റർ സെവൻ്റെ ബോഡി കാണിച്ചാൽ മറൈൻ തലവൻ അവന് ബൗണ്ടി കൊടുക്കുമല്ലോ. എന്നാൽ സോറോ ക്യാപ്റ്റൻ മോർഗനോട് കാശ് ചോദിക്കുമ്പോൾ അയാൾ പറയുന്നത് ബൗണ്ടി നിനക്ക് കിട്ടും. ഒരു മറൈനെ ആക്രമിച്ചതിനുള്ള ശിക്ഷയായി 7 ദിവസം വെള്ളം പോലുമില്ലാതെ നിന്നെ ഇവിടെ കിട്ടിയിടും, അല്ലെങ്കിൽ നിനക്കൊരു മറീനായി ജോലി ചെയ്യാം. ഇത് കേൾക്കുമ്പോൾ സോറോ ആദ്യത്തെ ഓപ്ഷനാണ് സ്വീകരിക്കുന്നത്. സോറോയും മറീനും തമ്മിലുള്ള ഫൈറ്റ് സീൻ കണ്ട ലൂഫിയുടെയും കോബിയുടെയും മനസ്സിൽ ഓരോ സംശയങ്ങൾ ഉടലെടുക്കുകയാണ്.
ഇതൊക്കെ കണ്ട് ഇൻസ്പയർഡായ ലൂഫിയുടെ സംശയം സോറോയുടെ 3 വാളുകളെക്കുറിച്ചായിരിക്കുന്നു. 3 വാളുകളും എങ്ങനെയായിരിക്കും ഒരേ സമയം ഉപയോഗിക്കുക എന്ന് ചിന്തിക്കുന്ന ലൂഫിയോട് കോബി ഇങ്ങനെ പറയുന്നു: ആ ചെറിയ കുട്ടിയെ സംരക്ഷിക്കേണ്ട, മറീൻ്റെ അടുത്തുനിന്ന് തന്നെ അവളെ സംരക്ഷിക്കേണ്ടി വന്നില്ലേ? കോബിയുടെ മനസ്സിലെ മറീനുകളും ഇവിടെ കണ്ട മറീനുകളും നേരെ ഓപ്പോസിറ്റായിരുന്നു. എന്നാൽ ലൂഫി അവനെ സമാധാനിപ്പിക്കാനായി പറയുന്നത് പൈറേറ്റുകളിൽ നല്ലവരും മോശക്കാരുമുണ്ട്, അതുപോലെ തന്നെ മറീനിലും ഉണ്ടാകും. എന്നാൽ നീയൊരു നല്ല മറീനായിരിക്കും. അതിനുശേഷം നമ്മൾ കാണുന്നത് കെട്ടിയിട്ട അവസ്ഥയിലുള്ള സോറോയാണ്. സോറോ ഈ അവസ്ഥയിൽ അടിക്കില്ല എന്നുറപ്പുള്ള മോർഗൻ്റെ മകൻ ഹെൽമെപ്പോ അവനെ ദേഷ്യം പിടിപ്പിക്കുന്നു. എന്നാൽ അപ്പോഴാണ് അവനിൽ നിന്ന് സോറോ ആ ഞെട്ടിക്കുന്ന സത്യം അറിയുന്നത്. ക്യാപ്റ്റൻ മോർഗൻ 7 ദിവസം ശിക്ഷ വിധിച്ചെങ്കിലും സോറോയെ ഇവിടെ നിന്ന് റിലീസ് ചെയ്യില്ല എന്ന്. ഇതേ സമയം നാമി നേരത്തെ അടിച്ചു മാറ്റിയ മറൈൻ യൂണിഫോം ഇട്ട് അവരുടെ കൂട്ടത്തിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോഴാണ് എവിടെ നിന്നോ വഴിതെറ്റി വന്ന ലൂഫി കറക്റ്റായി നമ്മുടെ സോറോയുടെ അടുത്തെത്തുന്നത്. കഴിഞ്ഞ ദിവസത്തെ സോറോയുടെ ഫൈറ്റിൻ്റെ ഫാനായ ലൂഫി സോറോയെ കണ്ട് എക്സൈറ്റഡ് ആകുന്നു. അവർ സംസാരിക്കുമ്പോഴാണ് പരസ്പരം ഒരാൾ പൈറേറ്റ് കിങ് ആകാൻ ആഗ്രഹിക്കുന്ന മങ്കിഡി ലൂഫിയും മറ്റേയാൾ പൈറേറ്റ് ഹോണ്ടറായ റോറനോവോ സോറോയുമാണെന്ന് തിരിച്ചറിയുന്നത്. എന്നാൽ അതറിയുമ്പോൾ ലൂഫിയാണെങ്കിൽ സോറോയെ അവൻ്റെ പൈറേറ്റ് ക്രൂവിലേക്ക് ക്ഷണിക്കുന്നു. ആ ഓഫർ തിരസ്കരിക്കുന്ന സോറോയുടെ എന്താണ് നിന്റെ ആഗ്രഹമെന്ന് ചോദിക്കുന്ന ലൂഫിക്ക് സോറോ കൊടുക്കുന്ന മറുപടി ഇതാണ്: ഞാൻ ലോകത്തിലെ ഏറ്റവും മികച്ച വാൾപ്പയറ്റുകാരനാകുമെന്ന് പണ്ടൊരാൾക്ക് വാക്കുകൊടുത്തിരുന്നു. ഇത് കേൾക്കുമ്പോൾ സോറോയുടെ കെട്ടഴിച്ചു വിട്ട് ലൂഫി വന്ന വഴിയിലൂടെ തിരിച്ചു പോകുന്നു. ഇതേ സമയം നാമിയുടെ ലക്ഷ്യം ലൂഫിയെ പോലെ തന്നെ ഗ്രാൻഡ് ലൈനിൻ്റെ മാപ്പായിരുന്നു. അവൾ അവിടെയുള്ള ഒരു മറീനിൽ നിന്നും ആ മാപ്പ് ക്യാപ്റ്റൻ മോർഗൻ്റെ പ്രൈവറ്റ് ഓഫീസിലെ ഷെൽഫിലുണ്ടെന്ന് അറിയുന്നു. എന്നാൽ അവിടെ വെച്ച് നാമി അവൾ ആദ്യം യൂണിഫോം മോഷ്ടിക്കാനായി അടിച്ചിട്ട മറീനെ കാണുന്നു. ശേഷം പിടിക്കപ്പെടും എന്ന് തിരിച്ചറിഞ്ഞ നാമി ഒരു സ്റ്റിക്ക് വെച്ച് അവരെ 2 പേരെയും അടിച്ചിടുന്നു. അപ്പോഴാണ് അവിടേക്ക് നമ്മുടെ ലൂഫി വന്ന് വീഴുന്നത്. ലൂഫിയും നാമിയും പരസ്പരം കണ്ട് പേടിക്കുന്നുണ്ടെങ്കിലും നാമി ഒരു മറീനല്ല എന്ന് ലൂഫി മനസ്സിലാക്കി. 2 പേരുടെയും ലക്ഷ്യം ഗ്രാൻഡ് ലൈനിലേക്കുള്ള മാപ്പാണെന്ന് തിരിച്ചറിയുമ്പോൾ അവർ ഒരുമിച്ച് മാപ്പ് കണ്ടുപിടിക്കാനായി തയ്യാറാവുന്നു. എന്നാൽ അവർ രണ്ടും ചെന്നുപെടുന്നത് ക്യാപ്റ്റൻ മോർഗൻ്റെ മുമ്പിലാണ്. അയാളുടെ കയ്യിൽ ഒരു ആക്സ് ഉള്ളതുകൊണ്ട് അയാളെ ആക്സ് ഹാൻഡ് മോർഗൻ എന്നാണ് എല്ലാവരും വിളിക്കുന്നത്. ഇവിടെ ഇങ്ങനെയൊക്കെ നടക്കുമ്പോൾ തുണിയൊന്നുമില്ലാതെ നമ്മുടെ സോറോയുടെ വാളെടുത്ത് എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് മോർഗൻ്റെ മകൻ ഹെൽമെപ്പോ. കറക്റ്റായി ആ സമയം അവിടേക്ക് സോറോ വരുന്നു. സോറോ അവനെ ഒന്ന് പേടിപ്പിക്കുന്നുമുണ്ട്. എന്നാൽ അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് നമ്മളെ കാണിക്കുന്നില്ല. ഇപ്പോൾ നമ്മൾ കാണുന്നത് മോർഗൻ്റെ മുന്നിൽ ചെന്നുപെട്ട നാമി പെട്ടെന്ന് തോന്നുന്ന ബുദ്ധിയിൽ ലൂഫിയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതാണെന്നൊക്കെ പറഞ്ഞ് മോർഗനെ കൺവിൻസ് ചെയ്യുന്നു. അതിനിടയിൽ അവൾ മോർഗൻ്റെ താക്കോലും അടിച്ചു മാറ്റുന്നു. അടിച്ചു മാറ്റാനുള്ള നാമിയുടെ കഴിവ് നമ്മൾ മുന്നേയും കണ്ടതാണല്ലോ. ഇതൊക്കെ കണ്ട് ഇംപ്രസ്ഡായ ലൂഫി അവൻ്റെ പൈറേറ്റ് ക്രൂവിലേക്ക് നാമിയെയും ക്ഷണിക്കുന്നു. എന്നാൽ സോറോയെ പോലെ തന്നെ നാമിയും താല്പര്യമില്ല എന്ന മറുപടിയാണ് കൊടുക്കുന്നത്. അങ്ങനെ അവർ ഗ്രാൻഡ് ലൈനിൻ്റെ മാപ്പുള്ള റൂമിലേക്ക് കടക്കുന്നു. അവിടെ കാണുന്ന ഒരു ആക്സ് കൗതുകത്തോടു കൂടി ലൂഫി പിടിച്ച് തിരിക്കുമ്പോൾ മാപ്പുള്ള ബേസ് ഓപ്പൺ ആകുന്നു. എന്നാൽ അതിനോടകം ഇവർ മാപ്പ് മോഷ്ടിക്കാൻ വന്നവരാണെന്ന് ക്യാപ്റ്റൻ മോർഗനും മനസ്സിലാക്കുന്നു. ഈ സമയം മാപ്പുള്ള ലോക്കർ തുറക്കാൻ എത്ര ശ്രമിച്ചിട്ടും നാമിക്ക് സാധിക്കുന്നില്ല. മോർഗനാണെങ്കിൽ അവരുടെ അടുത്തെത്തിക്കഴിഞ്ഞു. മാത്രമല്ല അവിടുത്തെ സേഫ്റ്റി അലാം ഓൺ ആയതുകൊണ്ട് തന്നെ അവർ പിടിക്കപ്പെടുമെന്നുള്ള അവസ്ഥയിലുമായി. അങ്ങനെ വേറെ നിവൃത്തിയില്ലാതെ ലൂഫി അവിടെ സ്റ്റക്കായിരിക്കുന്ന ലോക്കർ വലിച്ച് പുറത്തേക്കിടക്കാൻ ശ്രമിക്കുന്നു. ഇത് കണ്ടു നിന്ന് നാമിയും അവനെ സഹായിക്കുന്നു. അങ്ങനെ 2 പേരുടെയും ശ്രമം ഫലം കണ്ടു. പക്ഷേ അവർ വലിച്ച ശക്തിയും ലോക്കറിൻ്റെ ഭാരവും കൂടിയായപ്പോൾ അവർ ആ ജനലിലൂടെ തെറിച്ച് പുറത്തേക്ക് വീഴുകയാണ് ചെയ്തത്. എന്നാൽ താഴെ അവരെ കാത്തിരുന്നത് ഒരു കൂട്ടം മറീനുകളായിരുന്നു. ലൂഫിയും നാമിയും ചേർന്ന് അവരെ നേരിട്ട് കൊണ്ടിരിക്കുമ്പോഴാണ് അതുവഴി നമ്മുടെ സോറോ വരുന്നത്. ഒരു നിമിഷം ഇവരെ സഹായിക്കണോ വേണ്ടയോ എന്ന് സോറോ ചിന്തിക്കുന്നുണ്ടെങ്കിലും ഒടുവിൽ ആ ഫൈറ്റിലോട് ഒരു മാസ് എൻട്രി കൊടുക്കുന്നു. അങ്ങനെ അവർ 3 പേരും ചേർന്ന് ക്യാപ്റ്റൻ മോർഗനെയും മറ്റു മറീനുകളെയും നേരിടുന്നു. ലൂഫിയുടെ മനസ്സിൽ അവർ 3 പേരും ഒരു ക്രൂവാണ്. എന്നാൽ സോറോയും നാമിയും ടീമിൽ ചേരാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാലും ഈ നടക്കുന്ന ഫൈറ്റിൽ അവർ 3 പേരും മികച്ച ടീമിനെ പോലെ കിടിലനായി ഫൈറ്റ് ചെയ്യുന്നു.
ആക്സ് ഹാൻഡ് മോർഗൻ വിചാരിക്കുന്ന പോലെയല്ല. അയാൾ കുറച്ചധികം ശക്തനായതുകൊണ്ട് ലൂഫിയും സോറോയും ആദ്യം കുറച്ച് കഷ്ടപ്പെടുന്നുണ്ട്. അതേസമയം നാമി തൻ്റെ കയ്യിലുള്ള സ്റ്റിക്ക് വെച്ച് ബാക്കിയുള്ള മറീനുകളെ നേരിടുന്നു. ഇതാണ് എല്ലാവരും ആകാംക്ഷയോടെ നോക്കി നിന്നിരുന്ന ആ നിമിഷം. സോറോ അവൻ്റെ ആ വജ്രായുധം പുറത്തെടുക്കുന്നു. അവൻ്റെ മൂന്നാമത്തെ വായിൽ കടിച്ചു പിടിച്ച് മോർഗന് നേരെ വാൾ വീശുന്ന സോറോയെ കണ്ട് ലൂഫി ത്രില്ലടിച്ച് നിൽക്കുകയാണ്. കാര്യം മൂന്നാമത്തെ വാൾ ഒരുമിച്ച് എങ്ങനെ ഉപയോഗിക്കുമെന്നത് അവൻ്റെ വലിയൊരു സംശയമായിരുന്നു. അങ്ങനെ ഈ വലിയ ശക്തികൾ തമ്മിലുള്ള പോരാട്ടത്തിൻ്റെ അവസാനം സോറോ അവൻ്റെ മൂന്നാമത്തെ വാൾ ക്യാപ്റ്റൻ മോർഗൻ്റെ കഴുത്തിന് നേരെ വീശുന്നുണ്ടെങ്കിലും ആ ഫൈറ്റ് അവസാനിപ്പിക്കുന്നത് നമ്മുടെ ലൂഫി തന്നെയാണ്. ലൂഫി അവൻ്റെ ട്രേഡ് മാർക്കായ ഗം ഗം വിപ്പ് എന്ന് പറഞ്ഞ് ആ റബ്ബർ കാല് വെച്ച് മോർഗൻ്റെ തലക്കിട്ടൊരു തൊഴി വെച്ച് എടുക്കുന്നു. എൻ്റെ മോനെ, ഇതോടുകൂടി അവർ 3 പേരും ചേർന്ന് നാമിയുടെ കപ്പലിൽ യാത്ര തിരിക്കാൻ തുടങ്ങുമ്പോഴാണ് അവിടെ മെൽഗപ്പ വരുന്നത്. അവൻ്റെ ആദ്യത്തെ നീളം മുടിയെല്ലാം ഇപ്പോൾ കാണാൻ കുറച്ച് കോമഡി ആയിട്ടുണ്ട്. അത് നമ്മുടെ സോറോ കൊടുത്ത പണിയാണെന്ന് പ്രത്യേകിച്ച് പറയണ്ടല്ലോ. മെൽഗപ്പു ആണെങ്കിൽ വലിയ സ്റ്റൈലിൽ വന്ന് ഇവരെ 3 പേരെ അറസ്റ്റ് ചെയ്യുമെന്ന് പറയുമ്പോൾ നമ്മുടെ കോബി വന്ന് അവൻ അടിച്ചിടുന്നു. അതേസമയം കോബിയെ കൂടി ലൂഫി കപ്പലിലേക്ക് വിളിക്കുന്നുണ്ടെങ്കിലും കോബി അവൻ്റെ ആഗ്രഹം പോലെ ഒരു മറീനാകുക എന്ന തീരുമാനമെടുക്കുന്നു. പിരിയുന്നതിൽ വിഷമമുണ്ടെങ്കിലും കോബിയുടെ തീരുമാനത്തെ ലൂഫി സന്തോഷത്തോടു കൂടി അംഗീകരിക്കുന്നു. അടുത്ത തവണ കാണുമ്പോൾ നമ്മൾ ശത്രുക്കളായിരിക്കും എന്ന് പറഞ്ഞാണ് കോബി അവരെ യാത്രയാക്കുന്നത്. എന്നാൽ ഇതേ സമയം ഗ്രാൻഡ് ലൈനിലേക്കുള്ള മാപ്പ് പൈറേറ്റുകൾ മോഷ്ടിച്ചു എന്ന നിർദ്ദേശം HQ3 എത്തുന്നു. അവിടെ ഈ വിവരം കേട്ട നമ്മുടെ വൈസ് അഡ്മിറൽ ഗാർപ്പ് ഞെട്ടുകയാണ്. അതുപോലെ തന്നെ മറ്റു പൈറേറ്റുകളുടെ ചെവിയിലേക്കും ഈ വിവരം എത്തുന്നുണ്ട്. ഒരു സ്ട്രോ ഹാറ്റ് വെച്ച പൈറേറ്റാണ് ഇത് മോഷ്ടിച്ചതെന്ന് അറിഞ്ഞ ആളുകളിൽ ഒരാളാണ് ഈ ഇരിക്കുന്ന ഒരു ജോക്കറിനെ പോലെയുള്ള ബഗ്ഗി. ഇവൻ എത്ര പവർഫുള്ളാണ്, അതുപോലെ ലൂഫിക്കും കൂട്ടുകാർക്കും ഇനി എന്തൊക്കെ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുമെന്ന് നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ അറിയാം. അപ്പോൾ ആദ്യത്തെ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. ഇനിയാണ് നമ്മുടെ കഥ ആരംഭിക്കുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക. കഥ ഇഷ്ടമായെങ്കിൽ കൂട്ടുകാർക്കും കൂടി ഷെയർ ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ വീണ്ടും കാണുന്നത് വരെ ബായ്.